Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് എന്നാ വിശേഷം പറയാനല്ലേ? പ്രത്യേകിച്ച് വിശേഷം ഒന്നും പറയാനില്ല, നമ്മളെപ്പോഴും കാണുന്നതല്ലേ അല്ലേ? അന്നേരം എപ്പോഴും കാണാൻ നേരം വിശേഷമുണ്ടോ? പക്ഷെ എനിക്ക് എന്നാ പറയുന്നത്, വിശേഷം പറയാനും ഒത്തിരി വർത്തമാനം പറയാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നമ്മൾ വിശേഷം എല്ലാം വിട്ടാൽ നമ്മൾ റെസിപ്പിയെ കുറിച്ച് പറയുവാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് നമ്മൾ വെളിരാജ്യത്തൊക്കെ കറങ്ങിയേച്ച് വരുവാ അല്ലേ? കുറച്ച് നാൾ മുന്നേ സൗത്ത് ആഫ്രിക്കയിൽ കിടന്ന് കറങ്ങി, പിന്നെ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് പോർച്ചുഗീസിലും സ്പെയിനിലും ഒക്കെ പോയേച്ച് വന്നേക്കുക. ഇനിയിപ്പോൾ എന്നാന്ന് പറയാം, എത്ര നാളായാലും നമ്മൾ അന്യനാട്ടിൽ പോയാലും ശരി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സുഖമല്ലേ? അന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നാടൻ വിഭവങ്ങളൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്, നമ്മൾ പകുതി വഴിക്ക് ചെന്നതേ ഉള്ളൂ. എന്നാൽ ഇന്ത്യയിൽ എത്തുകയും ചെയ്തു. ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് നോക്കിയപ്പോൾ ഒരു പ്രത്യേക ഒരു റെസിപ്പി കണ്ടുപിടിച്ചത്. അത് ചില്ലറയൊന്നുമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ രാജാക്കന്മാരൊക്കെ കഴിക്കുന്ന പോലത്തെ സാധനം. അതിനകത്ത് നമ്മൾ കുറയ്ക്കുന്നതല്ലേ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു മട്ടൺ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രാജസ്ഥാൻ റോയൽ മട്ടൺ കറിയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാന്നറിയോ? റോയൽ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിക്കണ്ട. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് റോയലിനൊട്ടും നമ്മളൊന്നും കുറവല്ല. പക്ഷെ എന്നാലും അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ, രാജസ്ഥാനി ആയതുകൊണ്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ജീരകത്തിൻ്റെയൊക്കെ കുറച്ച് ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എന്നോട് 2-3 പേര് വിളിച്ച് പറഞ്ഞ്, ചേച്ചി ഞാൻ ആ റെസിപ്പി ചെയ്തിട്ട് ശരിയായില്ല, ഇത് ശരിയായില്ല, എനിക്കത് ഇപ്പം ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അതെല്ലാം ചിലപ്പോൾ വെന്ത് പോയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല എന്നൊക്കെ. ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആക്കണ്ട. കാര്യം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം ചിലപ്പം ഏത് റെസിപ്പി ഉണ്ടാക്കിയാൽ, ഈ ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുക, ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ ആ പെർഫെക്റ്റ് ആയിട്ട് വരുന്നെന്നിരിക്കുകയല്ല. അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്തെന്നാന്നറിയാവോ, നമ്മൾ അതിന് വേണ്ടി ഒന്ന് മെനക്കെട്ടാൽ മാത്രമേ നമുക്കത് ഒത്തിരി സക്സസ് ആക്കാൻ പറ്റുള്ളൂ. ഏതൊരു കാര്യമായാലും, അതിപ്പോൾ റെസിപ്പി ആയാലും ഒരു പാചകമായാലും ഒരു ജോലി ആയാലും വോട്ടെവർ ഇറ്റ് മേ ബി, ഫുൾ ഡെഡിക്കേഷനും അതിനകത്ത് വേണം. എന്നും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്നത് തീരെ അങ്ങ് ഉഴപ്പിക്കളയൽ. പിന്നെയും നമ്മളത് വേണം, ആ റെസിപ്പി ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ദ തേർഡ് ടൈം, ഒന്നിപ്പേച്ചാ 3 നില പറയുന്നത് എന്ന് പറഞ്ഞ പോലെ, തേർഡ് ടൈം അതെന്തായാലും ഭയങ്കര സക്സസ് ആയിരിക്കും. പിന്നെ ഒരു പ്രാവശ്യം സക്സസ് ആയിട്ട് എല്ലാവരും നമ്മളെ എൻകറേജ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ, നമുക്ക് പിന്നെയും അത് പുതിയ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് തോന്നും. അതേപോലെ ഒരു പ്രാവശ്യം പാളിപ്പോയി എന്ന് പറഞ്ഞ് വിടരുത്, പിന്നെയും ട്രൈ ചെയ്തോണം. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റോയൽ രാജസ്ഥാനി മട്ടൺ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മുടെ അമ്മമാർ പറഞ്ഞ കൂട്ട് തന്നെ ചെയ്യാനൊക്കത്തുള്ളൂ. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എഴുതിയെടുത്തോ. ആദ്യം കുറച്ച് വറ്റൽമുളക്, പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലി, പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കടുക്. ഇതിന് സാധാരണ നമ്മുടെ കേരള വിട്ടേച്ച് നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവരെല്ലാം ചിലപ്പോൾ കടുകെണ്ണ ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയിരിക്കുന്നത്. നമ്മൾ കേരളയിൽ ഇരുന്നുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കില്ല. മട്ടൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഈ പറഞ്ഞ കൂട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേ ഞാൻ അത് ഉപയോഗിക്കത്തുള്ളേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് മട്ടൺ. ഇതിപ്പോൾ 1 കിലോ മട്ടൺ ഉണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഇതിന് വേണ്ടി എന്നാന്നറിയോ, നല്ല കട്ടി തൈരാ വേണ്ടേ. പിന്നെ വേണ്ടത് കുറച്ച് സവാള. 1 കിലോയ്ക്ക് 4 മീഡിയം സൈസ് സവാളയാണ് വേണ്ടേ. പിന്നെ ഉള്ളത് നമ്മുടെ സാധാ സ്പൈസസ് തന്നെയാണ്. അതെന്നാന്ന് വെച്ചാൽ പട്ട വേണം. പട്ട ഒരു കഷ്ണം ഇട്ടാൽ മതി. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, കൂട്ടരുത്. പിന്നെ വേണ്ടിയത് കുറച്ച് ഏലക്ക. പിന്നെ ഈ പറഞ്ഞോട്ട് ദാരിദ്ര്യം ഒന്ന് കാണിക്കില്ലേ, അത് കുറച്ച് ഇട്ടോളൂ, ഫ്ലേവർ വന്നോട്ടെ. പിന്നെ ഇത് കറുത്ത ഏലക്ക, അത് ഒരുപാട് ഇടരുത്. ഇത് നമ്മുടെ ഈ 10 ഏലക്കയുടെ ഗുണമല്ല, 20 ഏലക്കയുടെ ഗുണം ചെയ്യും ഇത് ഒരെണ്ണം ഇട്ടാൽ. അപ്പം ഇതൊന്നും ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കുരുമുളക്, ഇത് ചതച്ചിട്ടാൽ കുറച്ചുകൂടെ നല്ലേ. പിന്നെ വേണ്ടിയത് കുറച്ച് ജാതി, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രേ ഉള്ളൂ. ഇനി ബേസിക്കലി ഉണ്ടല്ലോ, നമ്മൾ ഈ തൈര് ചേർത്ത് ചിക്കൻ കറിയോ മട്ടൺ കറിയോ ഏത് മീറ്റ് ആയാലും
തൈര് ചേർത്ത് വെക്കുന്ന ആ കറി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മെനക്കേടെന്നല്ല, നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ കത്തിച്ച് വെച്ച് ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം നമ്മുടെ വറ്റൽ മുളകും മല്ലിയും ജീരകവും കൂടെ ഒന്ന് വറക്കണം. അതായത് 1 കിലോ മട്ടണ് അമ്മയൊക്കെ പറഞ്ഞു തരുന്നത് ഒരു 12 മുളക്. ഇത് കാശ്മീരി മുളകല്ല, സാദാ മുളകാന്നു. അന്നേരം പിന്നെ ഒരു 12 മുളക് 1 കിലോയ്ക്ക്. ഒരു 12 മുളക് വറ്റൽ മുളക് ഇടുക. അതല്ല കാശ്മീരി മുളകാണെങ്കിൽ ഇച്ചിരി കൂടി ഇട്ടോ, അപ്പോൾ പിന്നെ അതിനത്ര എരിവില്ലല്ലോ. ഡബിൾ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടിയത് മല്ലി ഒരു 3 സ്പൂൺ. പിന്നെ ജീരകം മാത്രം. ഞാൻ അളവ് പറയുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി ഇട്ടാൽ പോലും ജീരകത്തിൻ്റെ ടേസ്റ്റിനകത്ത് വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇച്ചിരി ഇടാം. നിങ്ങൾക്ക് എത്ര ഫ്ലേവർ അതിൻ്റെ വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ടാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അഥവാ ജീരകം കുറയ്ക്കുവാന്നു എങ്കിൽ കുറച്ച് പെരുംജീരകവും കൂടെ ഇടാം. അപ്പം ഞാൻ ഒരു ഇച്ചിരി ജീരകം എനിക്ക് ഇഷ്ടമുള്ളൂ. അന്നേരം ഞാൻ ആ ജീരകം മാത്രം, അതായത് കുറച്ച് ഇടത്തുള്ളേ. അതിന് പകരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ, കുറച്ച് പെരുംജീരകം കൂടെ ഇട്ടോ. അതായത് എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. കുറച്ച് പെരുംജീരകം കൂടെ ഇട്ടോ, അപ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് വരും. എന്നേച്ച് വേണം ഇത് മൂപ്പിക്കാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അതിൻ്റെ മൂപ്പ് അറിയുന്നതെന്നറിയോ, ഒരു തീ ഇച്ചിരി കുറച്ച് വെച്ചേ മൂപ്പിച്ചാൽ മതി. എന്നാൽ അതിൻ്റെ ആ ഒരു മൂക്കുമ്പോൾ ഒരു എന്നാ പറയുന്നത് മണം വരുമ്പം നമ്മളൊക്കെ തുമ്മി തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു മൂപ്പിൻ്റെ അളവ്. നമ്മുടെ ആ മുളകൊക്കെ ആന്നേലും ഇല്ലേ, ഒരു ഇച്ചിരി ആ എന്നാ പറയുന്ന പാനെ തൊട്ടിരിക്കുന്ന ഭാഗമൊക്കെ ഒരു ഇച്ചിരി കരിഞ്ഞ പോലത്തെ അങ്ങനെയൊക്കെ വരും. ആദ്യം മൂപ്പിക്കുമ്പോൾ ഇച്ചിരി എന്നാന്ന് വെച്ചാൽ നമ്മൾ പാനിലോട്ട് ഇട്ടേച്ച് തീ കൂട്ടിക്കോ. എന്നുവെച്ചാൽ നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തീ അങ്ങ് കുറയ്ക്കുക. അങ്ങനെ ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിലല്ലേ മൊത്തം അങ്ങ് കരിഞ്ഞു പോകും. അഥവാ ഇത് മൂത്തില്ലാലുണ്ടെങ്കിൽ എന്നാ പറ്റുന്നതെന്നറിയാവോ, ആണെങ്കിൽ ആ മൂക്കാത്ത ഒരു റോ ടേസ്റ്റ് വരും. ഇതൊക്കെ തന്നെ മെനക്കെടാൻ മെലാഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ. എനിക്കന്ന് ഈ പൊടി മൂപ്പിക്കുവാണെങ്കിൽ ആ മൂപ്പിൻ്റെ അളവൊക്കെ നല്ല വ്യക്തമാണ്. പക്ഷേ ഇതാണെങ്കിൽ അത്ര അങ്ങോട്ട് പോരാ. പക്ഷെ ഇപ്പം എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചെടുത്തതായി പറഞ്ഞ കൂട്ടില്ലേ, തുമ്മി തുടങ്ങുമ്പോൾ മൂത്ത് തുടങ്ങും എന്നറിയും. എന്ന് പറഞ്ഞ് ഇപ്പം ഇത് മൂക്കുന്ന സമയത്ത് ഞാൻ തുമ്മിയില്ലെങ്കിൽ നിങ്ങൾ പറയാം അതും കുഴപ്പമെന്നറിയും. അതുകൊണ്ട് തുമ്മിയില്ലെങ്കിൽ ടെൻഷനാക്കല്ലേ. ഞാൻ പാനിൻ്റെ തീ അങ്ങോട്ട് കൂട്ടി വെച്ചേച്ചാന്നു മൂപ്പിച്ചത്. ഇപ്പം ഞാൻ ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന മല്ലിയുടെ നിറം അല്ല ഇപ്പം. അപ്പം നാച്ചുറൽ അത് മൂത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ വറ്റൽമുളക് ആ പാനെ തൊട്ടിരിക്കുന്ന ഭാഗമൊക്കെ അങ്ങ് ഒന്ന് മുരിഞ്ഞ് വരുമെന്ന് പറഞ്ഞില്ലേ. മുരിഞ്ഞല്ല, നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അത് കരിഞ്ഞ പോലെ തോന്നും. പക്ഷെ അത് കരിഞ്ഞിട്ടേ ഇല്ല. അത് ആ മൂക്കുന്നതിൻ്റെ. പിന്നെ എന്നാന്നറിയോ, പാൻ നല്ല ചൂടാ. അപ്പം എന്നാ ചെയ്യണം, നമ്മൾ അതിൽ തന്നെ നമ്മുടെ ആ സ്പൈസസ് അങ്ങ് വെക്കരുത്. വെച്ച് കഴിഞ്ഞാലുള്ള പാടെന്നാന്നോ, അത് ശരിക്കും പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും. അതിലും ഭേദം നമ്മൾ വേഗം നമ്മുടെ മിക്സിയിലേക്ക് അങ്ങ് മാറ്റിയേക്കണം. പിന്നെ ഈ മിക്സിയിലോട്ട് മാറ്റി എന്നും പറഞ്ഞേച്ച ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് കയറിക്കൊണ്ട് ഇത് ഓടിപ്പോയി മിക്സിയിലോട്ട് അടിച്ചേക്കരുത്. എങ്കിൽ പിന്നെ നമ്മൾ ഈ എടുത്ത അളവൊക്കെ വേറെയായി മാറും. അതൊന്ന് തണുക്കാൻ നമുക്ക് വലിയ ശല്യം ചെയ്യാതെ ഇവിടെ സൈഡിലിരുന്നോട്ടെ. ഇനിയാണോ അടുത്ത ജോലി. ഇപ്പം ആലോചിക്കുന്നല്ലേ മൊത്തം ജോലിയാന്ന്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് രാജസ്ഥാനിയൊക്കെ വെക്കാൻ നോക്കൂ. അടുത്ത പാൻ കത്തിച്ചേച്ച് എന്നാ ചെയ്യണ്ടേ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മട്ടൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണയിലേ തുടങ്ങത്തുള്ളൂ. ഈ പറഞ്ഞ കൂട്ട് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. പക്ഷേ കടുകെണ്ണ നമുക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ചിലർക്കൊക്കെ ഇഷ്ടമാണ് കടുകെണ്ണ. പക്ഷേ എനിക്ക് പറ്റിയല്ല കേട്ടോ, കടുകെണ്ണ പറ്റിയല്ല. പിന്നെ വെജിറ്റബിൾ ഓയിലാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ വെളിച്ചെണ്ണയോട് എന്തിനാണ് നമ്മൾ നന്ദികേട് കാണിക്കുന്നത്? മട്ടൺ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വെക്കണം. പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ.
വിഷമിക്കേണ്ട, ഇതിൻ്റെ ഹോൾ ചെറുതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. ഇത് ഭയങ്കര ഹെൽത്താണ് എന്ന് വിചാരിക്കില്ല, ഞാൻ ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക്, ഇച്ചിരി കടുക് ഇടുക. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് മൂക്കണം. അതായത് നമ്മൾ എന്നാ പറയുന്നത്, ആ പച്ചയോടുകൂടി തന്നെ അടുത്തതിടല്ലേ, ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ, ഒരു ബ്രൗൺ ആവട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിക്ക് വെളുത്തുള്ളിയുടെ ചുവയും വരും, ഇഞ്ചിയുടെ ചുവയും ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് വേണ്ട കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി മൂക്കുന്ന മണം വന്നാൽ കഴിഞ്ഞാൽ പിന്നെ എത്രയായാലും ഇദ്ദേഹത്തെ ഇടേണ്ടതാണ്. പക്ഷേ രാജസ്ഥാനിൽ കറിവേപ്പില ഇച്ചിരി കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇടയിലിട്ട് കൊടുക്കും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഓൾമോസ്റ്റ്, അതായത് ഒരു 3/4 പോർഷൻ അതങ്ങ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മട്ടൺ ഇതിനകത്തോട്ട് ഇടണം. മട്ടൺ ഇട്ടേച്ച് എന്നാ ചെയ്യണ്ടേ, നമ്മൾ അതിനെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് മട്ടൺ വേവിക്കാൻ വേണ്ടി അതിന് ഇച്ചിരി വെള്ളം വേണം താനും. അപ്പോൾ എന്നാ ചെയ്യണം, നമ്മൾ ഈ മട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഒന്നടയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അതിൽ നിന്ന് കുറേ വെള്ളം വരുവേ. അപ്പോൾ ആ വെള്ളം നമ്മൾ എന്നാ ചെയ്യണം, ദാറ്റ് ഈസ് അതിൻ്റെ സ്റ്റോക്കാന്നു. ആ സ്റ്റോക്ക് ഒന്ന് നമ്മൾ വേറൊരു ബൗളിലേക്ക് ആക്കി വെച്ചേക്കുക. പിന്നെ സെക്കൻഡ് നമ്മൾ ആ മട്ടൺ വേവിക്കുന്ന സമയത്ത് അത് ഒഴിച്ചു കൊടുത്തേച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിഞ്ഞു. ഇനി ഞാൻ മട്ടൺ ഇടാം. ഇപ്പം നമ്മുടെ മട്ടൺ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഇറങ്ങിയ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഞാനത് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ മീറ്റ് നല്ലതായിട്ടൊന്നും ബ്രൗൺ ആയി കിട്ടും. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ഇപ്പോൾ ഒന്നും നമ്മുടെ മട്ടൺ വേവുകയില്ല, അതിനൊരു ഇച്ചിരി നേരം എടുക്കും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് തുമ്മാതെ മൂപ്പിച്ച് വെച്ച് നമ്മുടെ മസാല ഇവിടെ ഇരിപ്പുണ്ട്. തുമ്മിയില്ല എന്നും പറഞ്ഞിട്ട് മസാല കരിക്കരുത് കേട്ടോ, അത് വളരെ മോശമാണ്. അത് കുറച്ചുകൂടെ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മൾ മല്ലി ഇടുമ്പോൾ ഒരു നിറവാ, മൂത്ത് കഴിയുമ്പോൾ വേറൊരു നിറവും, കരിഞ്ഞ നിറമല്ല, ഒരു എന്നാ പറയുക തവിടിൻ്റെ നിറമൊക്കെ ആവുമേ, അത് തന്നെയാണ് മൂപ്പ്. അല്ലെങ്കിൽ പിന്നെ ഇനി തുമ്മിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് അവസരം കരിച്ചു കളയായിരുന്നു. അത് പൊടിച്ചു വെച്ചു കേട്ടോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഉപ്പിട്ടില്ല. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പിടാൻ പോവാ. ഒത്തിരി ഇടുകയില്ല, കുറച്ചേ ഇടത്തുള്ളൂ. ഉപ്പിട്ടേച്ചും ഇതിനകത്തോട്ട് നമുക്ക് ആ തൈരങ്ങ് ചേർക്കാം. ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ജോലി എന്നാന്നറിയാവോ, ഈ തൈര് ഫുള്ള്, അതായത് അതിൻ്റെ വെള്ളം ഫുൾ വറ്റിയേച്ച് നമ്മൾ ഒഴിച്ച എണ്ണയില്ലേ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം അതുവരെ ആക്കിയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് മസാലാസൊക്കെ ചേർക്കാനൊക്കത്തുള്ളൂ. ഈ മട്ടൻ കറി കുറച്ച് മെനക്കെട്ട ജോലിയല്ലേ, അപ്പോൾ അത് സമയമെടുത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സമയം എടുത്തുണ്ടാക്കണം ഉണ്ടെങ്കിൽ മാത്രമേ രുചിയും വരത്തുള്ളൂ. നമ്മൾ രാജകീയമായ ബ്രേക്ക് കൊടുത്തപ്പോൾ തന്നെ അത് രാജകീയമായി തന്നെ അത് നല്ലതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ തീ ഓഫ് ചെയ്യല്ലേ. കാര്യം എന്താണെന്നറിയോ, അടുത്ത് ചെയ്യണ്ടേ. അപ്പോൾ ഈ പാൻ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് ഇതിനെ ഓഫ് ചെയ്തെടുത്തോട്ട് വയ്ക്കാം.
ഇനിയാന്നു കുറച്ച് എണ്ണ ഒഴിച്ചേച്ച് നമ്മുടെ ഉള്ളി ഇതിനകത്തിട്ട് വഴറ്റണം എന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളർ ആവണം, അതായത് ആ കാരമലൈസ് ടോൺ തന്നെ ആവണം. ഉള്ളി ഏറ്റവും കൂടുതൽ മൂപ്പിക്കുന്നത് തന്നെയാണ് നല്ലേ. കാര്യം എന്നാന്നോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുവാന്നേൽ ഒരു മധുരം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളി മാക്സിമം അതിനെ ബ്രൗൺ ആക്കി എടുക്കുക. മാക്സിമം ബ്രൗൺ ആക്കുക തന്നെ കരിക്കാനല്ല, മൊത്തത്തിൽ നിന്ന് നമ്മൾ മൊത്തം കരിഞ്ഞ പ്രശ്നമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ല, നല്ലൊരു കാരമലൈസ്ഡ് ടോൺ അത്രയാക്കണേ. ഈ ഉള്ളി അങ്ങോട്ട് മൂപ്പിക്കാൻ ഇട്ടേച്ച് നെക്സ്റ്റ് ചെയ്യേണ്ട എന്നാന്നറിയാവോ, ഒരു ഇടികല്ലെടുത്തേച്ച് അതിനകത്തോട്ട് വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല, നമ്മുടെ സ്പൈസസ് ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. തനിയെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ വരികയില്ല. അതുകൊണ്ട് ഒരു കഷ്ണം പട്ട, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടുതലിട്ടാൽ ഇത് കുത്തും, അതുകൊണ്ട് കുത്തിക്കണ്ട, ഒരു കഷ്ണം ഇട്ടാച്ചാൽ മതി. പിന്നെ ഏലക്ക നല്ലതല്ലേ, കുറച്ച് നല്ല ഫ്ലേവർ വരുന്നതാ, അതുകൊണ്ട് ഒരു 3-4 ഏലക്ക. പിന്നെ ബ്ലാക്ക് കാർഡമം ഒരെണ്ണം ഇട്ടാൽ മതി. പിന്നെ കുരുമുളക് കുറച്ച്, എരിവ് അനുസരിച്ച്. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്നത് മറ്റേ സാധാ മുളകാണ് പൊടിച്ചേക്കുന്നത്, കാശ്മീരി അല്ല, അപ്പോൾ ഒരു ഇച്ചിരി എരിവാണ്. പിന്നെ കുരുമുളക് ഇടുമ്പോഴത്തേന് നോക്കിയിട്ടേച്ചാൽ മതി, എരിവ് നോക്കിയിട്ട്. ഞാനൊരു എന്നാ പറയുന്ന ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ വേണ്ടിയത് ജാതിപത്രി, ഇതെല്ലാം കൂടെ ഒന്ന് ചതയ്ക്കുക. ഇത് ശരിക്കും തനിയെ ഇട്ടേച്ചാലും മതി, അത് അതിൻ്റെ വേവുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ വരും. പക്ഷെ എന്നാലും ഒന്ന് ചതച്ചിടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറച്ചുകൂടി ഒരു ഫ്ലേവർ വരാൻ നല്ലതാണ്. എന്നുവെച്ച് ഇതിനകത്തോട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ മസാല ഇടുക. കാരണം ചതയ്ക്കുന്ന മസാലയ്ക്ക് തന്നെ നല്ല മണം. ഈ കറുത്ത ഏലക്ക ബ്ലാക്ക് കാർഡമം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും ആക്കണ്ട, അയ്യോ അതില്ലാത്തതുകൊണ്ട് ആ ടേസ്റ്റ് ഇല്ലാതെ പോയെന്നൊന്നും വേണ്ട, ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പം അത് ഒരെണ്ണം ഇടുന്നതിന് പകരം നമ്മൾ മറ്റേ സാധാ ഏലക്കായുടെ എണ്ണ ഒന്ന് കൂട്ടി വെച്ചാൽ മതി. ഉള്ളി ശരിക്കും നല്ല ബ്രൗൺ ആവണേ. കാര്യം എന്നാന്നറിയോ, ആദ്യമൊക്കെ ഞാൻ ഇപ്പോൾ ഇതേപോലെ തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞുകൊണ്ട് അധികം മെനക്കെടാൻ സമയമില്ലാതെ, അതായത് പാചകം തുടങ്ങിയ സമയത്തൊക്കെ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ചുമ്മാ ഒന്ന് വഴറ്റിയേച്ച് അങ്ങ് ഇടുമായിരുന്നു. അത് അങ്ങനെ ഇടുമ്പോഴത്തേനാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മട്ടൺ കറിക്ക് ഭയങ്കര ഒരു മധുരം വരും. അതുകൊണ്ട് നോക്കിയും കണ്ടേച്ചും ഒക്കെ നല്ല മൂപ്പിച്ചിട്ടാൽ മതിയേ. പിന്നെ നമ്മൾ മീറ്റോ അല്ലെങ്കിൽ ചിക്കനോ എന്നതേലും ഒലത്തിയൊക്കെ വെക്കുവാന്നേൽ അത് നല്ല ഡ്രൈ ആയിട്ട് വേവിച്ച് മസാല എല്ലാം ചേർത്ത് നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ പിന്നെ ചീനച്ചട്ടിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കുവല്ലേ, അത് ഓൾമോസ്റ്റ് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഉള്ളി എൻ്റെ കൂടത്തിൽ ഇട്ടേച്ച് ഒത്തിരി ബ്രൗൺ ആക്കാതെ ആ റോ ടേസ്റ്റ് മാറ്റി ഒന്ന് ടെൻഡർ ആകുമ്പോഴത്തേക്ക് വിത്ത് ഇറച്ചിയുടെ കൂടെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. നിറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇടണം. ഉള്ളി നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇതിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന മസാല, ഈ വഴറ്റിയ ഉള്ളി എല്ലാം ഇതിനകത്തോട്ടങ്ങ് ചേർക്കുക. ഇതിനകത്ത് തക്കാളി അങ്ങനെ ഒന്നും ഇല്ലേ, അന്നേരം അതിന് പകരം നമ്മൾ തൈര് ചേർത്തേക്കുന്ന പുളിക്ക്. അഥവാ ഇച്ചിരി നമ്മൾ ആ ചേർത്ത തൈരിന് പുളി കുറവാന്നേൽ, അല്ലെങ്കിൽ നമ്മൾ മട്ടൻ കറിയുടെ ആ ഉപ്പ് എരിവൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി പുളി കുറവാന്നേൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇപ്പം ഉള്ളി നമ്മൾ നേരത്തെ എന്നാ പറയുന്നത് തൈരും കൂടെ ചേർത്ത് ആ വെള്ളവും വറ്റിച്ച് ഫുള്ള് എണ്ണ തെളിഞ്ഞതിന് ശേഷം ഉള്ളി ബ്രൗൺ ആക്കിയതിന് ശേഷം നമ്മൾ ആ മട്ടനിലോട്ട് ചേർത്തു. പിന്നെ പൊടിച്ചു വെച്ച മസാലയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റോക്ക്, അതും കൂടെ ഇതിനകത്ത് ചേർക്കണം.
പക്ഷെ ഇത്രയും സ്റ്റോക്ക് ചേർത്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മട്ടൺ വേവുകയില്ല. അതുകൊണ്ട് ഏകദേശം മട്ടൺ വേവാനുള്ള വെള്ളം കൊടുക്കണേ. ഇനി ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ മസാലാസ് എല്ലാം ചേർത്തു, മുളക് പൊടി ചേർത്തു, മല്ലി, അതായത് മല്ലിപ്പൊടി എന്ന് ഇനി പറയാം, മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. മസാലാസ് എല്ലാം നമ്മൾ പ്രത്യേകം ചേർത്തതേ ഉള്ളൂ. പിന്നെ ഉപ്പും കൂടെ ഒന്ന് ഈ സമയത്ത് നോക്കുക, എന്നിട്ട് മട്ടൺ വേവാനിടുക. ഇപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇതേമാരത്തെ ഒരു പാനിൽ നല്ലോണം തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ടേച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിലും വെച്ച് വേവിച്ചെടുത്തേച്ചാൽ മതി. പക്ഷേ ഇപ്പം ഞാൻ പ്രഷർ കുക്കറിൽ വെക്കുന്നില്ല, നമ്മുടെ പാനിൽ വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പം സെർവ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് റൈസ് ആണ്. വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, നാണിൻ്റെ കൂടെ കഴിക്കാം, ബറോട്ടയുടെ കൂടെ കഴിക്കാം. എന്നാ വന്നാലും കറങ്ങി തിരിഞ്ഞൊക്കെ ബറോട്ടയിൽ എത്തുമല്ലേ. എന്നാണേലും ഇത് ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ കേരള സ്റ്റൈലല്ല, രാജസ്ഥാനാണ്. അപ്പോൾ ഒരിക്കലും കേരള ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. നമ്മൾ രാജസ്ഥാനി റോയൽ മട്ടൺ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ പറഞ്ഞ കൂട്ടിൻ്റെ ഗസ്റ്റിനെ പറ്റിയൊന്നും നമ്മൾ പറഞ്ഞില്ല, വർത്താനം പറഞ്ഞില്ല. ഇതിനെ രാജകീയമായിട്ട് നമ്മൾ അതിനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. ആ സമയത്ത് നമുക്ക് വർത്താനം പറയാനും ഒന്നും സാധിച്ചില്ല, ഗസ്റ്റിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് പറ്റിയില്ല അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കൂട്ട് ഗസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതീ പറഞ്ഞ പോലെ നമസ്തേ നമസ്തേ നമസ്തേ. കൊച്ചെവിടെ? വിഷമമുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഗസ്റ്റിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞോണ്ടിരിക്കുവല്ലായിരുന്നോ. ഇനി ഞാൻ ഒന്നും പറയണ്ടല്ലോ, അശോകേട്ടനെ കുറിച്ച് ഞാൻ എന്നാ പറയാനല്ലേ. നമുക്ക് ഈ പറഞ്ഞോട്ട് ഇപ്പത്തെ കുഞ്ഞു പിള്ളേരോട് വരെ ചോദിച്ചു കഴിഞ്ഞാൽ അശോകേട്ടനെ പറ്റി പറയാനേ ഉള്ളൂ. എന്നാ ഒരു സംശയവും വേണ്ട, ഒരു ആമുഖം പോലും വേണ്ട. സത്യമല്ലേ? ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞോട്ട് നമ്മുടെ ഇൻഹരിഹർ നഗറിലെ തോമസ് ഊട്ടി വിട്ടോടാന്നുള്ള വാക്ക് പോലും ആരെങ്കിലും മറക്കുമോ? ഇപ്പത്തെ പിള്ളേർ പോലും പറയുന്നതല്ലേ. ഇനി ചേച്ചിയോട് ഞാൻ എന്തായാലും പരിഭവം പറയും. ചേച്ചി കൊച്ചിനെ കൊണ്ടുവരാത്ത തന്നെ അവള് വരത്തില്ല. ഒരിടത്ത് എവിടാന്ന് പറഞ്ഞില്ലേ, വലിയ പാടാണ് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ. അവളെ ഭയങ്കര പാടാണ്. എനിക്ക് എന്നാന്നറിയാം, അവളെ എനിക്ക് തോന്നുന്നു എത്ര വയസ്സിലാണ് എന്റെ വീട്ടിൽ വന്ന അവള്? ഒരു 4-5 വയസ്സാണ് അല്ലേ? 3 വയസ്സ്. 3 വയസ്സ്. അന്ന് മസാല ദോശയൊക്കെ വീണ്ടും സത്യമാ. എന്നാന്നറിയാം, അത് കഴിഞ്ഞ പിന്നെ ഞാൻ കൊച്ചിനെ കണ്ടില്ല. അതെന്നാന്നറിയാവോ, ചേച്ചിയും ചേട്ടനും കൂടെ ഒരു പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നു. അപ്പൊ മോള് കുഞ്ഞാ. അപ്പൊ ഇവരെല്ലാരും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അവർക്ക് അതൊന്നും വേണ്ട, അന്നേരം അവർക്ക് ദോശ തന്നെ വേണം, അതും നെയ് റോസ്റ്റ് അല്ലേ. അതാ ഉടനെ അശോകോട് ഭയങ്കര ഫോർമാലിറ്റി. അയ്യോ ബുദ്ധിമുട്ടാവൂ അല്ലേ, അതല്ലേ. ഒന്നുമില്ല, പക്ഷെ അവള് നല്ല വയറ് നിറച്ച് കഴിച്ചു അല്ലേ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര ആകാംക്ഷ. അവൾ ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞോണ്ടേയിരിക്കും. നല്ല കാര്യല്ലേ. അഡ്വാൻസ് ആയിട്ടൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാകും. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താണെന്നറിയോ, കാരണം എന്റെ സ്വഭാവം അതുപോലെ ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പറയില്ല, പിന്നെ വേണ്ടാന്ന് പറയില്ല അല്ലേ. നല്ല കാര്യമാണ്. പക്ഷെ അശോക അങ്ങനെ പറയാന്ന് ഇന്ന് ഞാൻ മട്ടൺ വെച്ച കറി ഉണ്ടാക്കിയേക്കുന്നത് ചേച്ചി. പക്ഷെ നമ്മുടെ നാട്ടിലോട്ടൊന്നും നിക്കരുത്, അത് വെച്ച് കമ്പയർ ചെയ്യരുത്. അല്ലെ ഞാൻ വേറെ പറയട്ടെ, ഇപ്പൊ കണ്ടിടത്തോളം കുഴപ്പമില്ല, നന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടെന്നാ കാരണം ചില കാണുമ്പോൾ നമുക്കറിയാം അതിന്റെ രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്റെ മനസ്സിലെ കാര്യം ഞാൻ പറഞ്ഞാണ്. വളരെ തൃപ്തികരമായിട്ട് തോന്നുന്നു. ഇതേപോലെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പറയോ? അയ്യോ എന്ന് വിളിച്ചതിന്റെ ആ റിയാക്ഷൻ ഒന്ന് പറഞ്ഞുതരോ? അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പ്ലീസ്. ഭക്ഷണം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ നമ്മളെ പിന്നെ ഇരുത്തി പൊറപ്പിക്കുകയല്ല, എല്ലാം പറയുകയും കഴിക്കുകയും ചെയ്യും ലാസ്റ്റ് അല്ലേ. അതെന്നാ ഏർപ്പാടാ ശോഭേട്ടാ? കഴിക്കുകയും ചെയ്യും, കുറ്റവും പറയും അല്ലേ. ചുമ്മാ ഒരു നമ്പർ ആയതല്ല, ഒരു വിരട്ട ആദ്യം കൊടുക്കണ്ടേ. വിരട്ട എന്നേലും ഇപ്പൊ ചേച്ചി പറഞ്ഞ അയ്യോ എന്നുള്ളത് ഞാൻ മിക്കവാറും അയ്യോ നാവും. സത്യം ഒരു ചെറിയ പേടി വന്നോന്നൊരു സംശയം.
ഇല്ല അത് കുഴപ്പമില്ല. ഇല്ലേ, അല്ല ബാക്കി ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയാം. ആ മതി. എന്നാ പിന്നെ നമുക്ക് ഇനി അധികം താമസിക്കണ്ട, നമുക്ക് അവിടെ ഇരുന്ന് കുശലം അന്വേഷിച്ചിട്ടേ ആഹാരം തരും. ഓക്കെ. ചേട്ടാ, ഓ ഇത് രാജസ്ഥാനി റോയൽ മട്ടൻ കറിയാണ് ചെയ്തത്. അതിന് കോമ്പിനേഷൻ ചപ്പാത്തിയൊക്കെ നല്ലയാ. പക്ഷെ ഞാൻ ഇന്ന് ഒരു വെറൈറ്റിക്ക് ഒരു വൈറ്റ് റൈസ് എടുത്തേ. അല്ല ഇത് മട്ടൻ്റെ കൂടെ എല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മുടെ കേരള ഫ്ലേവറുമായിട്ട് കമ്പയർ ചെയ്യരുത്. അയ്യോ, ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് കാര്യങ്ങൾ പറയാം. സമാധാനത്തിൽ പറഞ്ഞാൽ മതി. എനിക്ക് അത്ര ആദ്യം കുറഞ്ഞിരിക്കുമല്ലോ. ചേച്ചിയുടെ ഒരു അയ്യോ വിളി എന്റെ പരിസ്ഥിതി പോയില്ല. അല്ല അയ്യോ എന്തിനെ വിളിച്ചെന്നുള്ളതാണ്. അങ്ങനെ പറയുന്നത് സത്യമാണോ അതോ പഴയ അനുഭവം വെച്ചാണോ എന്റെ സ്വഭാവം നേരത്തെ പറഞ്ഞത്? ചേച്ചി സത്യം പറയൂ, എന്നതാന്നുള്ളത് സത്യം പറഞ്ഞാൽ മതി. അയ്യോ എന്ന് വിളിച്ചതിന്റെ ഒറ്റ ഉദ്ദേശം ഒന്ന് പറഞ്ഞാൽ മതി. ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ടേസ്റ്റ് തന്നെ. ഞാൻ ഈ മണം കേൾക്കുമ്പോൾ ഞാൻ പറയും ചേട്ടന് ജലദോഷം ഉണ്ടോ? ഇല്ലല്ലേ? എന്തായാലും അല്ല അധികം മണക്കില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അശോകേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്നാ ഏട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞേ, നിങ്ങൾ തമ്മിൽ മാത്രം വിളിക്കുന്ന ഒരു നിക്നെയിം ഉണ്ട് പോലും. അതായത് അശോകേട്ടൻ ഏട്ടനെ ഭഗവതി എന്ന് വിളിക്കും, ഏട്ടൻ തിരിച്ചും ഭഗവതി എന്ന് വിളിക്കും. അതെന്തത് ഭഗവതി എന്നുള്ളൊരു പേര്? ഞങ്ങള് വർഷങ്ങളായിട്ടിട്ടൊരു പേരാ. അതായത് എനിക്ക് തോന്നുന്നത് ഈ തലസ്ഥാനം ആ സിനിമയാന്ന് തോന്നുന്നു. കാരണം ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു ഒരു അമ്പലത്തിൽ പോയി. എനിക്ക് തോന്നുന്നു അവിടെ ചേർത്തലയാണോ സംശയമുണ്ട്, ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഭഗവതിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷാജിയെ കണ്ടിപ്പോൾ ഒരു ഭഗവതി ലുക്കാണ്. ഞാൻ ഹൈറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഭഗവതി ആക്ച്വലി തമിഴിൽ ഭഗവതി പേരുകളുണ്ട് ആണുങ്ങൾക്ക്. ഭഗവതി തമിഴിൽ അങ്ങനെ പേരുണ്ട്. അപ്പൊ ഇതെല്ലാം എന്റെ മനസ്സിൽ കിടന്നിട്ടായിരിക്കാം. ഞാൻ പറഞ്ഞു ഒരു ഭഗവതി ലുക്ക്. അപ്പൊ ഞാൻ ഭഗവതി ഞാൻ വിളിക്കാം, ഭഗവതി എന്നെ തിരിച്ചതിൽ വിളിക്കും. എന്താണ് ഭഗവതി തിരിച്ചു വയ്ക്കും. വേറെ ആർക്കും അറിയില്ലത്. പലരും ചോദിക്കും എന്താ ഈ ഭഗവതി ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പറയില്ല, ഞങ്ങൾക്ക് തമ്മിൽ ഇത് തന്നെ എന്നോടും പറഞ്ഞത് ഭയങ്കര സ്ട്രിക്റ്റ്. അത് ഞാനും അത് ഈ പറഞ്ഞിട്ട് എനിക്കും ഞാനും വിളിക്കും അവനും വിളിക്കും, വേറെ ആർക്കും അറിയില്ല. ചോദിച്ചിട്ടും പറയണ്ടേ? എന്തായാലും സീക്രറ്റ് വെളി പോയി ഇവിടെ. ഇത് സത്യമല്ലേ? സത്യമാണ്, സത്യമാണ്. അശോകേട്ടാ, ഒരു കാര്യം ചെയ്യട്ടെ. അശോകേട്ടന്റെ ഫസ്റ്റ് ഫിലിമിന് അഭിനയിക്കാൻ വരുമ്പോഴേ പപ്പേട്ടൻ എനിക്ക് തോന്നുന്നു ഫൈനൽ ഓഡിഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തെ ഫൈനലായിട്ട് 2 പേരെയാ സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നേ. അതിലൊന്ന് അശോകേട്ടൻ അഭിനയിച്ചു ഫസ്റ്റ് മൂവിയില്. മറ്റേ ആളിപ്പോ എവിടെ പോയി? മറ്റേ 2 പേരുണ്ട്. 3 പേരെ സെലക്ട് ചെയ്തു. 2 പേരും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അതേത്? എനിക്കൊന്ന് 1-2 ഷോട്ടിലേ ഉണ്ടാവും. ഒരാൾ കുറച്ചുകൂടി മേയർ കയറാം. കാരണം നമ്മുടെ ഗോപിച്ചേട്ടൻ്റെ ഒരു കടയുണ്ട്, ഈ ചായക്കടയിൽ ഗോപിച്ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ടൊരു പയ്യനുണ്ട്, ട്രൗസറൊക്കെ ഇട്ടൊരു പയ്യൻ. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അത് കുറച്ചുകൂടെ സീനുകളുണ്ടോ അതിനകത്ത്. മറ്റേ ആള് ഈ സിനിമയുടെ ഇത് ഒരു ഇന്റർവൽ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ബിഗിനിങ് ഒരു സ്ഥലത്തായിരുന്നു. ഒരു ഈ ഇതുണ്ട് വട്ട് കളിക്കുന്ന അതിനകത്തൊരാളാണ്. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവനിങ്ങനെ അടിക്കുന്നു. സുരേഷ് അവന്റെ പേര്. അവനെയാണ് ഒന്ന് സെലക്ട് ചെയ്തത്. ആ സുരേഷിനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ മറ്റേ ഗോപിച്ചേട്ടൻ്റെ കൂട്ടുള്ള ക്യാരക്ടറാണ് സന്തോഷ്. സന്തോഷ് പാൽക്കുളങ്കരക്കാരനാണ്, സന്തോഷിനെ അതിന് ശേഷം ഒരു പ്രാവശ്യം മറ്റേ ഞാൻ കണ്ടു. ഇപ്പൊ ഒരുപാട് വർഷം കണ്ടു. സുരേഷിനെ കണ്ടിട്ടേ ഇല്ല. ആ ഒരു ഫിലിമോടുകൂടി ഇൻഡസ്ട്രിയിൽ ഉണ്ടോന്നൊന്നും അറിയാമോ? എനിക്കറിയില്ല. ഞാനത് ഒരു അന്വേഷണം നടത്തണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുക. എപ്പോഴും നടത്തണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ ഈ നമ്മുടെ ഫസ്റ്റ് മൂവി പെരുവഴി അമ്പലം കഴിഞ്ഞതിന് ശേഷം അശോകയുടെ ഒരു സ്റ്റാർ ആയി. അപ്പൊ ആ ഒരു സ്റ്റാർ ആയതിന്റെ ഡിഫറൻസും ആ ഫസ്റ്റ് ഫിലിമിന് വരുന്നതിന് മുന്നേ ഉള്ളതും ഒക്കെ ഒന്ന് പറഞ്ഞുതരുമോ? എങ്ങനെ വന്നു അതൊന്നും ഞാൻ ചോദിക്കുവല്ല. ബിഫോർ എ സ്റ്റാർ ആൻഡ് ആഫ്റ്റർ എ സ്റ്റാർ. ബിഫോർ സ്റ്റാർ ഈ പറഞ്ഞ പോലെ കോളേജ് പഠിക്കുന്ന സമയം പിന്നെ അങ്ങനെയാണ് ഇതിനകത്ത് ഇങ്ങനെ ഇന്റർവ്യൂവിന് അഭിനയിക്കാൻ. എനിക്ക് അഭിനയമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. എനിക്ക് സിനിമ കാണും, എല്ലാം ചെയ്യും, എല്ലാ സിനിമയും പോയി കാണും. പാട്ടാണ് ഇന്നത്തെ നമ്മുടെ
മുഖ്യമായ നമ്മൾ മനസ്സിൽ കൊണ്ടുനടന്ന കാര്യം ഗായകനാകുക എന്നുള്ളതാണ് അന്ന്. അതെ. അത് ഇതിനോട് അതങ്ങ് പോയി, അതങ്ങ് ഡൈവേർട്ടായി പോയി. Okay. അങ്ങനെയാണ് സിനിമ അഭിനയത്തിലേക്ക് വന്നത്. അങ്ങനെ പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ പടം ഒരിടത്തൊരു ഫയൽവാൻ, മൂന്നാമത്തെ യവനിക, അതും പപ്പേട്ടൻ്റെ ഫയൽവാൻ പപ്പേട്ടൻ്റെ, മൂന്നാമത് യവനിക ജോർജ് സാറിൻ്റെ, നാലാമത് ഇടവേള അത് പപ്പേട്ടൻ മോഹൻ സാറ് സ്ക്രിപ്റ്റ് ഡയറക്ഷൻ. പിന്നെ പതുക്കെ ഒരു പ്രൊഫഷണൽ സംഭവത്തിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കലവിച്ച് ഇറങ്ങായി. അതുവരെ ഇതൊരു പ്രൊഫഷണൽ ആക്കണമെന്നും ഒരു ചിന്തയൊന്നും ചിന്തിച്ചില്ല. ഒരു പ്രായമേ ഉള്ളൂ, അത് കാരണം അങ്ങനെ സീരിയസ് ആയിട്ട് വിചാരിച്ചിരുന്നില്ല. അപ്പൊ ശരിക്കും സീരിയസ്നെസ് പാർട്ടിനോടാ കൊടുത്തിരുന്നത്. ഇത്രയും പടത്തില് നമ്മൾ അഭിനയിച്ചപ്പോഴും ഇത്രയും നല്ല ഡയറക്ടേഴ്സിനെ കിട്ടിയപ്പോഴും അശോകേട്ടന് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നും എനിക്ക് പാടാൻ അറിയാമെന്നും ഒക്കെ അറിയില്ല. അത് കുറെ കൂടെ കഴിഞ്ഞിട്ടൊക്കെ. ആദ്യത്തെ സിനിമകളിലൊന്നും പാട്ടുകാരൊന്നും വലിയൊരു അറിവോ അല്ലെ ഞാനോ പറയാൻ പോയിട്ടില്ല. പക്ഷേ ആദ്യത്തെ ഇന്റർവ്യൂവിനൊക്കെ ചോദിച്ചു എന്താണ് സിനിമയിൽ വെക്കാൻ താല്പര്യം, മാനേജറുടെ ചോദിച്ചു എന്നോട് അഭിനയത്തോട് താല്പര്യം എന്താണ്. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കും, സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ മുമ്പിൽ ചിലപ്പോൾ അഭിനയിക്കണം, അതൊരു ബുദ്ധിമുട്ടൊക്കെ ചിലർക്ക് ഉണ്ടാവും, സഭാകമ്പം ഉണ്ടാവും. അതൊക്കെ എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത് ചോദിക്കുക അതൊക്കെ. അപ്പം ഞാനൊരു ധൈര്യസമേതം കഴിച്ചാൽ വിട്ടു. നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ നോക്കിയില്ല, കാരണം പറയാ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു, എന്നെ ഇങ്ങനെ ചൊറിഞ്ഞോറ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ കോളേജിൽ സ്കൂളിലൊക്കെ പാട്ട് പാടും, അപ്പോൾ അങ്ങനെ സ്റ്റേജിലൊക്കെ ഒരു പ്രോഗ്രാമിനും കോമ്പറ്റീഷനൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ അതൊരു കറക്റ്റ് ആൻസറാണെന്ന് തോന്നി. സഭാകമ്പമില്ല. അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ അവരൊക്കെ ഉണ്ട്, ഡയറക്ടറുണ്ട്, പ്രൊഡ്യൂസർ കറിയാശൻ ചേട്ടനാണ്, പ്രേംപ്രകാശ് അദ്ദേഹമുണ്ട്, വേറെ 2 പേരുണ്ട്, കൃഷ്ണൻകുട്ടി നായരാണ് മരിച്ചുപോയ അദ്ദേഹമുണ്ട്. അപ്പോൾ ഇത്രയും പേര് നമ്മൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ഇല്ലേ. അപ്പോൾ ഈ ഒരു ആൻസർ ഇതൊരു കറക്റ്റാണ്, റൈറ്റ് ആൻസർ ആണെന്നുള്ള അവർക്ക് തോന്നി. സഭാകമ്പം ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ സഭാകമ്പം ഉണ്ട്, അത് വേറെ കാര്യം. നമ്മള് അന്നൊക്കെ ഒരു 5-10 പേരെ കണ്ടാൽ ഞാൻ ഓടി വിളിക്കുന്ന ക്യാരക്ടർ എൻ്റെ. പക്ഷെ അങ്ങനെയായിട്ട് പോലും ഞാൻ പാട്ട് പാടി, സ്റ്റേജിൽ കയറി പാടി. അതെന്തോ ഒരു ദൈവാധീനമായിട്ട് തോന്നി, ആ ഒരു ശക്തി തന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അശോകേട്ടാ, ഈ പറഞ്ഞ തൊട്ട് നമ്മൾ ഈ പാട്ട് പാടുന്ന നമ്മുടെ മെയിൻ ഇഷ്ടം എന്ന സിനിമയിലേക്ക് നമുക്ക് ആ ചാൻസ് കിട്ടി നമ്മൾ പോവാ. പക്ഷെ നമ്മുടെ ഇഷ്ടം ഇപ്പൊ 100% 75 പാട്ടിനോടാ. പക്ഷെ അപ്പൊ നമ്മൾ ഈ സിനിമയിലോട്ട് പോകുമ്പോഴത്തേക്കോ പാട്ട് പോവുകയല്ലേ എന്നാ സിനിമയില് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഗായകനിൽ, അതായത് സിനിമയിൽ കൂടി ഞാൻ ഗായകനാവാമെന്നോ അതോ ഗായകനെക്കാട്ടിലും ബെസ്റ്റ് ഒരു ആക്ടറാണ് നല്ലതെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പിന്നൊരു താരതമ്യ പഠനം സത്യത്തിൽ നടത്തിയിട്ടില്ല. കാരണം പാട്ടിനോട് പിന്നെ ഒരു പ്രോമിനൻസ്, എൻ്റെ താല്പര്യം കുറച്ച് കുറഞ്ഞു എന്ന് വേണേൽ പറയാം തുടങ്ങിയ ശേഷം. അതായത് ഞാനിപ്പോൾ ആക്ടിങ്, ഇതിപ്പോൾ ഞാനൊരു ആക്ടർ എന്നുള്ള എനിക്കിതാ നല്ലതെന്നോ ഞാൻ ഭയങ്കരമായി അങ്ങനൊന്നുമല്ല ഉദ്ദേശിച്ചത്. ആക്ടിങ് തുടങ്ങിയപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളൊരു ക്രൈസായിട്ട് തോന്നി. സിനിമ എന്ന് പറഞ്ഞ ക്രൈസാണ് അപ്പോഴും. അത് കാരണം അഭിനയമൊന്നും നമുക്കറിയില്ല, വെളിയിലെ പോലും സിനിമകൾ എല്ലാ സിനിമയും ഞാൻ ആദ്യം മുതൽ കാണും. അന്ന് എൻ്റെ അടുത്തെത്തിയ ഹരിപ്പാട്, അവിടെ പോയി ബസ്സിൽ പോയി മാറ്റിനെയാണ് കാണുന്നത്. 2 മണി 2:30 മണിക്ക് ഫസ്റ്റ് ഡേ ഇടിച്ചു പോയിരുന്ന പടം കാണും. അത് ആദരത്തില്ല. ഫസ്റ്റ് മാറ്റിനെ തിരിച്ച് രാത്രി ഫസ്റ്റ് കഴിഞ്ഞാൽ ലേറ്റ് ആകും വരാൻ. അപ്പൊ ബസ് കിട്ടില്ല, ചിലപ്പോൾ സൈക്കിളിൽ പോകും. അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സൈക്കിളിൽ പോയി. അങ്ങനെ പോയി ഇടിച്ച് കണ്ട ആ ത്രില്ല് അനുഭവിച്ച് രസമായിരുന്നപ്പോൾ. അപ്പൊ അങ്ങനെ സിനിമയുടെ താല്പര്യം ഉണ്ടായിരുന്നു അന്നേ. പക്ഷെ അത് കാണുമ്പോഴും പാട്ട് പഠിക്കും. ഇതിൽ ചിലപ്പോൾ നല്ല പാട്ടൊക്കെ ഉണ്ടാവും. അത് പിന്നെ അന്ന് മറ്റേ വലിയ ഇതല്ലേ, ഈ റെക്കോർഡ് പ്ലെയർ ഗ്രാമഫോൺ, അന്ന് ആ സമയമാണ്. അതെന്റെ വീട്ടിൽ എൻ്റെ ഇതുണ്ട്. അപ്പൊ ഇത് ഞാൻ എവിടെയെങ്കിലും തപ്പി എടുത്തിട്ട് വില എവിടെ വാങ്ങിച്ച് അത് വെച്ച് കേൾക്കും. ഇപ്പൊ ഞാൻ ഈ അടുക്കള ഒരു പാട്ട് പാടാൻ പറഞ്ഞ, പക്ഷെ ഞാൻ പാട്ട് പാടിയാലും ശരി, ഇത് ഞാൻ കറക്റ്റ് അഭിപ്രായം ഞാൻ പറയും. പാട്ട് പാടൂ, ടെൻഷൻ കുറയട്ടെ. പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം, പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം, ഉൾക്കൊടി തോറും പുതുമഞ്ഞൊരുകിയ രത്നാഭരണം, രത്നാഭരണം, കവിയുടെ കവിളിൽ കനകാലതമാം കനകാഭരണം, കനകാഭരണം, പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം. വരികൾ ഇടയ്ക്ക് തെറ്റി,
അതൊന്നും എനിക്കറിയാൻ ശ്രീകുമാരൻ നമ്പി സാർ ക്ഷമിക്കണമെന്ന് ഞാൻ അശോകൻ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്തൊക്കെ ഒത്തിരി നല്ല ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തത് അല്ലെ, പപ്പൻ സാറും. എനിക്ക് ശരിക്കും അതുപോലെ കിട്ടിയ ക്യാരക്ടേഴ്സും അത്രയും ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അല്ലെ. ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആ ഒരു പ്രസൻസ്, അത്രയും ലെജൻസിന്റെ ഒരു പ്രസൻസ് ഇല്ലായ്മ കൊണ്ട് അശോകേട്ടന് ശരിക്കും അതേമാതിരത്തെ ക്യാരക്ടേഴ്സ് കിട്ടാതെ പോയെന്നോ അല്ലെ ഫിലിംസ് കുറഞ്ഞു പോയെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രത്യേക ക്യാരക്ടേഴ്സ് അശോകേട്ടൻ ചെയ്തത്. അതെ അതെ, അതങ്ങനെ ഒരു ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകാറുണ്ട്. അതാ അങ്ങനെ ആ ഒരു ഡയറക്ടേഴ്സും അങ്ങനെയുള്ളവരൊക്കെ ഇന്ന് ഇല്ലാത്തതിൻ്റെ ഒരു പ്രയാസങ്ങളും ഒരു പക്ഷേ സിനിമയിൽ കൂടും പലപ്പോഴും ചില സിനിമകൾ നമ്മൾ കാണുമ്പോഴും എന്താ അങ്ങനെ ഒരു അവരുടെ ഒരു ഇല്ലായ്മ. അതായത് ഒരു 80s 90s ഒക്കെ ഈ പറഞ്ഞ നല്ല സിനിമകളിലെ ഒരു പീരീഡായിരുന്നു. ലേറ്റ് 70s അല്ല 70s മുതലേ ഉണ്ട് ഓഫ്കോഴ്സ്. 80s 90s ഒരു പകുതി എൻ്റെ ഒരു കണക്കൂടലാണ്. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. ഇപ്പം നല്ല സിനിമ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, നല്ല ധാരാളം പുതിയ പടങ്ങൾ വരുന്നുണ്ട്. ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരുപാട് നല്ല സിനിമ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് അന്നത്തെയോട് വ്യത്യാസം തോന്നുന്നത് ഈ നമ്മുടെ ഇപ്പോഴത്തെ പല സിനിമകളിലും ഒരു ബന്ധങ്ങൾ സംഭവങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. ചിറ്റപ്പൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, കുഞ്ഞുങ്ങള്, അമ്മായി, താരാട്ടുപാട്ട്, അത്തരം സംഭവങ്ങളൊക്കെ ഗ്രാമത്തിൽ ചില കാര്യങ്ങളൊക്കെ അതൊന്നും ഇപ്പം കുറച്ച് കുറവാണോ? അത് ആ ഒരു ട്രെൻഡ് ആ ഒരു ഫീൽ ഇപ്പോൾ ഇല്ല എനിക്ക് തോന്നുന്നു. അന്നത്തെ ആ ഒരു ഡെപ്ത് അന്ന് ഇപ്പൊ ആൾക്കാർക്ക് അതിനുള്ള പടമാണെന്ന് പറഞ്ഞാൽ അതിനൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു അന്ന്. ആർട്ടിസ്റ്റുകൾ രണ്ടാമതേ ഉള്ളൂ. നസീർ സാറൊക്കെ നിൽക്കുന്ന പീരീഡാണ്, അവരെ നമ്മൾ വിസ്മരിച്ചുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഇമേജ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു അന്ന്. പക്ഷെ ഈ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എല്ലാവരും പറയല്ലോ എന്റെ ഭാഗ്യമാണ്. അത് ചേട്ടന്റെ ജീവിതത്തിൽ അതായത് ആക്ടിങ്ങില് എന്തോരം സ്വാധീനിച്ചിട്ടുണ്ട്? ഇപ്പൊ ചിലർ ക്യാരക്ടേഴ്സ് ഒക്കെ ഭാഗ്യത്താൽ കിട്ടിയ വേഷങ്ങളുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരിടത്തൊരു ഫയൽ വാൽ ചെയ്ത വേഷം വേറൊരാൾ ചെയ്യാനിരുന്നതാണ്, അയാൾ സമയത്ത് വന്നില്ല, അങ്ങനെ എന്നെ എടുത്താൽ ഞാൻ വേറൊരു ക്യാരക്ടർ അത് ചെയ്യേണ്ടിയിരുന്നത്. അതത്ര ഒരു പ്രോമിനന്റ് റോൾ ആയിരുന്നില്ല. ഇപ്പം പിന്നെ ചെയ്ത് സെക്കൻഡ് ഹീറോ പടത്തിനകത്ത് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തുടങ്ങിയ സമയത്ത് എന്നെ ചേട്ടൻ വിളിച്ച് പറയാ, നാളെ നിൻ്റെ ക്യാരക്ടർ ഒന്ന് മാറി, അത് കാരണം ഇപ്പം നല്ല ക്യാരക്ടറാണ്, ഒരു സെക്കൻഡ് ഹീറോ ലെവലിലാണ്, അത് നീ ചെയ്യണം, മറ്റേ ആൾ വന്നില്ല, ഒരു പുതിയ പയ്യനെ വെച്ചിരുന്നു അന്ന്. അപ്പൊ നമുക്കൊന്ന് ലോട്ടറി അടിച്ച പോലായി. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇടവേള സിനിമയ്ക്കകത്ത് 4 പിള്ളേർ അഭിനയിച്ച പടം, അതിനകത്ത് 4 പേരിൽ ഒരാളായിരുന്നു ഞാൻ. അവിടെ ചെന്ന് എൻ്റെ പിറ്റേ ദിവസം ആണ് അതിനകത്തെ പ്രധാന കഥാപാത്രം എന്നെ ഏൽപ്പിക്കുന്നത്. അതായത് അതിനകത്തെ ഒരു വില്ലൻ വേഷമാണ്, ബട്ട് നായകന് തുല്യ വേഷം തന്നെയാണ്, വളരെ പ്രോമിനന്റ് തോമസ് ഒരു ക്യാരക്ടർ, ബാബുവാണ് അതിലെ ഹീറോ. അങ്ങനെ അത് വേറൊരാൾ അഭിനയിച്ചിട്ട് അവർക്കെന്തോ തൃപ്തിക്കുറവുണ്ടായി. അങ്ങനെ എന്നോട് ചോദിച്ചു, ഇത് അശോകന് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പത്മരാജൻ പറഞ്ഞ മറ്റൊരു വേഷമാണ് മോഹൻ സാറിന് പറഞ്ഞ. അത് നമുക്ക് എന്തായാലും രണ്ടായാലും ഏത് വേഷം ചെയ്യാലും നമ്മൾ ഭാഗ്യമായിട്ട്, കാരണം ഈ 4 പേരിൽ അന്ന് ഈ പത്മരാജൻ മോഹന് വലിയ ടീം വരികയാണ്. ശരിക്കും പറഞ്ഞ അശോകേട്ടന് എല്ലാം സർപ്രൈസ് ആയിരുന്നു അല്ലേ? സർപ്രൈസ് ആയിരുന്നു. ഒന്നും നമ്മളെ ഇന്നത് ചെയ്യാനാണ് ഞാൻ പോകുന്നത്, പക്ഷെ ചെല്ലുമ്പോ വേറെ അല്ലേ? അതെ അതെ. അമരവും അത് തന്നെ, അമരത്തിലെയും വേഷം മറ്റൊരാൾ വെച്ചിരുന്നതാണ്. അത് പിന്നെ അവസാന നിമിഷത്തിൽ അത് പിന്നെ തിരുവല്ല ബാബുവും ജോർജ് കിത്തും അസോസിയേറ്റ് ഡയറക്ടറാണ് ഭരതേട്ടൻ്റെ, അവരെന്നോടൊപ്പം ഈ ഡയറക്ടറൊപ്പം വേറൊരാളെ വെച്ചിരുന്നതാണ്. അയാൾക്ക് ഈ പറഞ്ഞ പോലെ എന്തോ സുഖമില്ലെന്ന് പറഞ്ഞെന്നോ തന്നെയുമല്ല, എങ്കിൽ പോലും ഇവർക്ക് ജോർജ് കിത്തും ബാബുവും പറഞ്ഞു, അത് നമ്മുടെ ഇവിടെ ഉള്ളവർ അറിയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇടണം, കാരണം ലാംഗ്വേജ് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതോ വെളിയിൽ നോർത്ത് ഇത് അങ്ങനത്തെ ഒരാൾ ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടാൽ നമ്മൾ ബുദ്ധിമുട്ടും, ഇവിടെയുള്ള ഒരാളിനെ ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ പടത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആലോചിച്ചപ്പോഴാണ് അവരെൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നു, ബാബും കിത്തുകൂടാണ് എന്നെ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് അമരത്തിൽ വന്ന് പുത്തനാണ് കേട്ടാ, പുത്തനാണ് കേട്ടാ. ഇപ്പൊ ഭാഗ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ചേട്ടാ, നിർഭാഗ്യത്തെ കുറിച്ച് എന്നതാ പറഞ്ഞത്? അല്ല, നിർഭാഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ഈ പറഞ്ഞങ്ങനെ അത് എന്നോട് തന്നെ പലരും പറഞ്ഞത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. അത് സത്യമാണെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ കുറെ പടങ്ങൾ അഭിനയിച്ചിട്ടും അതിന് തക്കമുള്ള ഒരു ഗ്രാഫ് പിന്നീട് എനിക്കുണ്ടായില്ല, അംഗീകാരം കിട്ടിയില്ല എന്നുള്ളത്. അതാണ് അങ്ങനെയുള്ള അംഗീകാരങ്ങൾ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടില്ല, കുറവാ.
അതാണ് എൻ്റെ നിർഭാഗ്യം എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു ലെവലിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തോ അതിനനുസരിച്ചുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല. അതാണ് നിർഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. സത്യം എന്ത് നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സാ ചേട്ടൻ ചെയ്തേക്കുന്നത്. ഇൻഹരിയർ നഗർ ചേട്ടാ, ഇൻഹരിയർ എന്ന പടത്തില് നിങ്ങൾ 4 പേര്, അതിനകത്ത് എനിക്ക് തോന്നുന്നു 2 പേര് ഒട്ടുമിക്ക പേരും വന്നെന്ന് തോന്നുന്നു അല്ലെ രാഷ്ട്രീയത്തില്? ഇല്ല, പേര് വന്നിരുന്നതാണ്. മുകേഷ് വന്നു, സിദ്ദിഖ് വന്നിട്ട് പിന്നെ അത് വേണ്ട വെച്ചു. ഞാനും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നാ പറ്റി? പറഞ്ഞ അവസാന നിമിഷത്തിൽ രാഷ്ട്രീയമല്ലേ, സിനിമയുടെ രാഷ്ട്രീയ ഒരു പൊതു സ്വഭാവം അതാണല്ലോ. ഞാനീ പറഞ്ഞ പോലെ ഹരിപ്പാട് എൻ്റെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പരിഗണനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകാനൊന്നുമല്ല. ഇത് നമ്മൾ അതിനുവേണ്ടി അല്ല സ്ഥാനാർത്ഥിയാവണമെന്നൊന്നും മുൻകൂറായിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അങ്ങനെ കാര്യങ്ങൾ അറിവൊന്നും എനിക്കില്ല. ബട്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടമാണ്. വലിയ പരിജ്ഞാനമൊന്നുമില്ല പോലും അന്നൊക്കെ കുറച്ചൊക്കെ ഇറങ്ങിയിരുന്നു. ഞാൻ അന്നത്തെ SFIക്ക് വേണ്ടി ഞാൻ പ്രവർത്തനം കുറച്ചിറങ്ങിയതാ. അങ്ങനെ സിനിമ വന്നപ്പോ അതൊക്കെ അല്ല, അന്നത്തെ താല്പര്യം പിന്നെ അങ്ങ് പോയി. അശോകന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ സർപ്രൈസസ് വരുന്നത് പെട്ടെന്ന് നാളെ ഒന്ന് എന്നതേലും ഒന്ന് പറഞ്ഞു വന്നാൽ എന്നാ എടുക്കും? ഒന്നുകൂടെ ആലോചിക്കണമെന്ന് പറയോ? നമുക്ക് ഗുണമുള്ള കാര്യമാണോ എന്ന് ആദ്യം ആലോചിക്കും. ചേച്ചി ഇത് ഇടി വായിക്കുന്ന ലക്ഷണമുണ്ട് കേട്ടോ. ആദ്യമുള്ളവർ ഞാൻ ഒന്നുകൂടെ ആലോചിക്കണത്. നാളെ പെട്ടെന്ന് ഇതിങ്ങനെ പറഞ്ഞ വീട്ടിൽ ചെന്നെ എനിക്ക് ഇടി വരും കേട്ടോ. റെഡിയാക്കി തരും. ചേച്ചീനെ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞേ, തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലേ ഇപ്പൊ പറയുന്നത്? ചേച്ചി ചേച്ചി തെരഞ്ഞെടുത്ത കാര്യം എന്ന് പറഞ്ഞേ. തെരഞ്ഞെടുത്ത കാര്യം പകരെ അത് സാധാരണ പോലുള്ള ഒരു നോർമൽ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അതെന്ന് പറഞ്ഞ പക്ഷെ ആദ്യം കുറച്ചു നേരം ചില ബന്ധുക്കളൊക്കെ എതിർത്തു. അത് സിനിമയ്ക്ക് എന്തായാലും ഒരു മോശപ്പേര് വല്ലതും പറയുന്നുണ്ട്. അവിടുന്ന് എന്റെ ഭാഗത്തുനിന്നല്ല, അവിടുന്ന് ബന്ധുക്കളെ സിനിമാക്കാരനെ കിട്ടുന്നു. എൻ്റെ അമ്മാവനാണ് ആലാനെ കൊണ്ടുവന്നത്. അപ്പോൾ അത് അമ്മാവനും വൈഫിൻ്റെ ശ്രീജയുടെ അച്ഛനുമായിട്ട് വലിയ അടുപ്പമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ കുറച്ച് അടുത്ത ബന്ധുക്കൾ വീട്ടുകാരൊക്കെ എതിർത്തു. സിനിമാക്കാരെന്നുള്ള ഒരു പേര് ദോഷം. അല്ലാതെ കുറച്ച് റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയുള്ള റിലേഷനല്ല. ഇപ്പോഴത്തെ റിലേഷൻ അല്ല. കണ്ടിരുന്നു. എന്റെ റിലേഷനാണ്. അന്ന് കണ്ടു, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സിനിമാക്കാരനെ അങ്ങനെ ആലോചിക്കുന്നൊക്കെ കേട്ടപ്പോ ചേച്ചി എന്നെ അറിഞ്ഞു? ഓക്കെ പറഞ്ഞു. ഇല്ല പറഞ്ഞ ചേട്ടാ വേണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഇങ്ങനെ കേൾക്കുന്ന എനിക്കൊരു ക്ഷീണമാണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയൊക്കെ സാധിക്കത്തുള്ളൂ. ഇത്ര കൊല്ലം കഴിഞ്ഞപ്പോ ഇത്രയൊക്കെ സംഭവം പറഞ്ഞു തന്നില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ എന്താ വെട്ടി വന്ന് വീട് നിവൃത്തിയില്ല. ഇനി രക്ഷപ്പെടാനും നിവൃത്തിയില്ല. പോയാ ചേച്ചി പിടിക്കും അല്ലേ ചേച്ചി? മോളെന്തായി? MAക്ക് HR പറയുമ്പോ ഹ്യൂമൻ റിസോഴ്സസ്. അത് റെയർ ആയിട്ട് കേൾക്കുവാണ്. എനിക്കൊന്ന് കുറവാണെന്ന് തോന്നുന്നു. ഒത്തിരി കോഴ്സ് ഉണ്ടെന്നോ? എന്റെ മോൾ ഇത് തന്നെ എടുത്ത ഇഷ്ടം. നിർബന്ധിച്ചൊന്നുമില്ല ഇന്നത് വേണമെന്നോ? അത് അവളുടെ ഒരു ടേസ്റ്റിന് വിട്ടു കൊടുക്കുമായിരുന്നു. ഓ അത് ശരി. അപ്പൊ അപ്പനമ്മ അങ്ങോട്ട് പോവോ? അതോ ചെറിയ കൊച്ചിയിലല്ലേ സെറ്റിൽ ആയേക്കുന്നത്? അല്ല, ചെന്നൈയിലാണ്. ചെന്നൈയില കുറെ വർഷമായിട്ട് ചെന്നൈയില്ല. 13 വർഷമായിട്ട് ചെന്നൈയില. 13 വർഷമായിട്ട്? ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടന് ചെന്നൈ ഇഷ്ടമല്ല എന്നൊക്കെ. പിന്നെ എന്നാ അവിടെ പോയി സെറ്റിൽ? ഞാനിപ്പം ഈ ആദ്യ സിനിമ പോലെ ഡബിങ്ങും ചില ഷൂട്ടിങ്ങിനൊക്കെ പോയി ആ പരിചയമുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞാൽ എത്രയും വേഗം തിരിച്ചു വരിക എന്നുള്ളതാണ്. തീരെ ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾ താമസമായ ശേഷവും ഇഷ്ടമായിരുന്നില്ല. ഞാൻ ഇവരോടും പറയും, അന്നൊരു തമിഴ് സീരിയലിന് പോയതാ, അങ്ങനെ ഓഫർ വന്നുള്ള പോയതാ. ഞാൻ പറയും ഇത് കഴിഞ്ഞാലിപ്പം വേഗം നാട്ടിലേക്ക് അപ്പോൾ അവർക്കൊരു പ്രയാസമാണ് രണ്ടുപേർക്കും. അപ്പോൾ അവള് പറയും വേണോ താല്പര്യമായി അല്ലേ. ഞാൻ പറയും എനിക്കൊരു പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്താണ് ഇവിടുത്തേക്ക് ഇവിടുത്തെ എന്താ ടേസ്റ്റ് എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ഇഷ്ടമായി. പിന്നെ ഒരു ഫ്ലാറ്റ് അവിടെ വാങ്ങിച്ചു. അങ്ങനെ അവിടെ സെറ്റിലായി.
ഓക്കെ. സെറ്റിലായി. ഇപ്പം നമുക്ക് ആ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ് ചെന്നൈയിൽ. ഇപ്പൊ ചെന്നൈ ഇല്ലാതെ നോക്കിയാലെന്നേ. ഇല്ല, ഇവിടെ എന്തെങ്കിലും നമ്മുടെ പരിപാടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം തിരിച്ച് അവിടെ പോകണം എന്നുള്ള. ചേച്ചി ചേട്ടൻ വീട്ടിൽ പാചകമൊക്കെ ചെയ്യും? ഇല്ല, ഇല്ല, കുറ്റം പറയല്ലേ ഉള്ളൂ. എന്നെ ഫുഡാന്ന് മനസ്സിലൊരു ഇതങ്ങ് വെക്കും. വന്നിരിക്കുമ്പോ ആ ടേസ്റ്റ് ശ്രീജല ഉണ്ടാക്കിയത് അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞല്ലേ കഴിക്കുന്നേ. നമ്മുടെ മനസ്സിലൊരു ടേസ്റ്റ് ഉണ്ടാവും, ആ അത്രത്തോളം നന്നാകുമായിരിക്കും എന്ന് വീട്ടിലിരിക്കുമ്പോ ചോദിക്കും. രാവിലത്തെ കാപ്പി ഉച്ചയ്ക്ക് എന്താ ചോദിക്കും. പിന്നെ മനസ്സിലൊരു ഇത് വെക്കും. ഈ ചെന്നൈ പോയിട്ടും നമ്മുടെ ഭക്ഷണം തന്നെയാണ്. അതെ അതെ, നാട്ടിലെ നമ്മുടെ കേരള അവിടുത്തെ ഭക്ഷണം എന്നാ? അവിടുത്തെ ഭക്ഷണം ഇഷ്ടം. അവിടെ ഈ കാരക്കുഴമ്പ് എന്ന് പറഞ്ഞ ഒരു കറിയുണ്ട്, വറ്റക്കുഴമ്പ്. നമ്മുടെ തമിഴ് ഇതിൽ പോയി ലൊക്കേഷൻ പോയി അത് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളത്. അല്ല, അത് നമ്മുടെ തീയലല്ലേ, നമ്മൾ സാമ്പാർ പോലൊക്കെ മിക്സ് ചെയ്ത ഒരു ടേസ്റ്റാണ്. നല്ല സാമ്പാറിന് ഒരു മധുരയില്ലേ അവിടുത്തെ സാമ്പാറിനൊക്കെ? മധുരം, പക്ഷെ നല്ല സാമ്പാറാണ്. മല്ലിയിലൊക്കെ കൂടുതൽ സാമ്പാറുണ്ട്, പുളിശ്ശേരി, മോരുകറി, മോർക്കുഴമ്പ്, രസം നമ്മളിവിടെ ഉപയോഗിക്കുമല്ലോ എല്ലാതും. പിന്നെ പപ്പടം വ്യത്യാസമുണ്ട്. അവിടെ അപ്പളം പോലെ അപ്പളം. അതാ മറ്റേ നമ്മുടെ പപ്പടത്തെ കൂട്ടല്ല, മറ്റേ ഫ്രൈംസ് കൂട്ടാ. അത് നമുക്ക് നമ്മുടെ പപ്പടം പൊടിക്കാമല്ലോ, അത് അത്രയും പറ്റില്ല. ഒക്കുകയല്ല, നമ്മൾ ഈ അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നം. നല്ല തമിഴുകാരും നമ്മളെ കേരളമായിട്ട് ഒരുപാട് സ്വാമിയുള്ളതാണ്. ചേട്ടാ ആഹാരത്തോട് ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു ചേട്ടനാന്ന് അറിയാം. കോൾഡ് ഇല്ലെന്ന് ഉറപ്പല്ലേ? തോന്നുന്നു. ഇനി കഴിച്ചു നോക്കാം ചേച്ചി, കഴിച്ചു നോക്കി ചേച്ചി. ചേട്ടാ കഴിക്കട്ടെ? പിന്നെന്നാ ഉത്തരം പിന്നെ അയ്യോ എന്നുള്ള വെളിയായിരിക്കും. അശോകേട്ടാ ഒരു മിനിറ്റ്, എനിക്കൊരു ലളിത ഗാനം വേണം. അപ്പൊ ഇത് പറയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ? എന്ത് റിസൾട്ട് എങ്ങനെയാന്നുള്ള അതാ ഒരു ഹാങ് ഓവർ. ലളിതഗാനം ഏതെങ്കിലും മതിയോ? അശോകന് ഇഷ്ടമുള്ളത് പാടിക്കുള്ളൂ, അപ്പൊ ആ ഹാങ് ഓവറും കൂടെ അതിൽ നിൽക്കും. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. ഇനി കഴിച്ചോളൂ, ഇനി കഴിച്ചോളൂ. കഴിക്കുമ്പോ അടുത്ത പാട്ട് പറയുമോ? ഇല്ല 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 ഇല്ല, ഉറപ്പായിട്ടും പറയില്ല. അശോകേട്ടാ ഇനി കഴിച്ചോളൂ. പറഞ്ഞാ ഞാൻ കഴിച്ചിട്ടേ പാടുള്ളൂ. അയ്യോ ചേച്ചി പറഞ്ഞാലോ ഇനി പെട്ടെന്ന് അല്ല അടുത്ത പറയും. എന്റെ പ്രതീക്ഷയൊക്കെ മാറി. അയ്യോ എന്ത് പറ്റി? ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. പാട്ടിന്റെ അല്ല, അതറിയാം, ഈ കിച്ചൺ കാണുമ്പോഴേ അറിയാം രസമുള്ള കിച്ചണാണ്. അത് ആനിക്കാണ് എൻ്റെ ഫുൾ ഇത്. ക്രെഡിറ്റ് മുഴുവൻ അങ്ങോട്ടാണ്. നല്ല ബെസ്റ്റ് മട്ടൺ അല്ലേ? പക്ഷെ നല്ല കിച്ചൺ എന്ന് വെച്ചാൽ നല്ല ഫുഡ് ആവണമെന്നില്ല. ഇല്ല, അതില്ല. പക്ഷേ ഞാൻ പറയാം, ചിലതൊക്കെ കാണുമ്പോൾ വെച്ചാൽ നമുക്കൊരു ഒരു ആംബിയൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി തൃപ്തി ഉണ്ടാവും. ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ഹോട്ടലാണെങ്കിലും തൃപ്തി തോന്നുന്നില്ല. ചിലപ്പോൾ ടേസ്റ്റും അതുപോലെ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ചെറിയ ഹോട്ടലിൽ പോയാലോ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടും.